സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ലോഹനിർമ്മാണം എന്നുള്ള പാഠഭാഗത്തിലെ മെറ്റലർജിക്കൽ പ്രോസസ്സ്, ലോഹനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. അതിലെ 3 ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടം പറഞ്ഞാണ് അവസാനിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ പാഠഭാഗങ്ങളിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അഥവാ അയിരിൻ്റെ സാന്ദ്രണമായിരുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ സാന്ദ്രണ ലോഹത്തെ വേർതിരിച്ചെടുക്കലാണ്. അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ഇതിനു വേണ്ടിയിട്ട് 2 ഘട്ടങ്ങളാണുള്ളത്. ഇവിടെ 2 ഘട്ടങ്ങളുണ്ട്. അത് ഒന്നാമത്തേത്, ഈ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറ് ഓക്സൈഡ് രൂപത്തിലല്ലെങ്കിൽ അതിനെ ഓക്സൈഡ് രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഓക്സൈഡാക്കി മാറ്റുക എന്നതാണ് അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ ഓക്സൈഡായി മാറിയ അയിരിനെ ചെയ്യണം ഏത് ഏജൻറ്റ് അഥവാ നിരോക്സീകാരി ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കണം. അപ്പോൾ ഈ 2 ഘട്ടങ്ങളുണ്ട്. ഇതിൽ ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയിരിനെ ഓക്സൈഡ് ആക്കുക. ഇതിനു വേണ്ടിയും നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്കറിയാം, റോസ്റ്റിങ്ങുമാണ്. സാധാരണ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഇപ്പോൾ കാൽസിനേഷനും റോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് പെട്ടെന്ന് തന്നെ പറയാം. രണ്ടും ഹീറ്റിംഗ് ആണ്, ചൂടാക്കുകയാണ്. അപ്പോൾ കാൽസിനേഷനിലും റോസ്റ്റിങ്ങിലും നമ്മൾ ഓറിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കാൽസിനേഷനിൽ ആബ്സെൻസ് ഓഫ് എയർ ആണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. എന്നാൽ റോസ്റ്റിങ്ങിൽ വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. ശ്രദ്ധിക്കുക, കാൽസിനേഷനിൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. റോസ്റ്റിങ്ങിൽ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അപ്പോൾ കാൽസിനേഷനിൽ വായുവില്ല, റോസ്റ്റിങ്ങിൽ വായുവുണ്ട്. ഈ വ്യത്യാസമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി കാൽസിനേഷൻ ചെയ്തത് അപ്പോൾ ഒരു ഓറിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കാർബണേറ്റ് വിധേയമാക്കുന്നത്, അതേസമയം റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത് സൾഫർ. നമുക്കറിയാം, കാർബണേറ്റ്, കലാമിൻ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൾഫൈഡിന് നമ്മൾ സിങ്ക് ബ്ലെൻഡൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്, ഓർത്ത് വരണം. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് രീതിയിൽ തന്നെ അടുത്ത ഘട്ടം കാൽസിനേഷൻ റോസ്റ്റിംഗ് നമ്മൾ എന്താക്കി മാറ്റി, ഓക്സൈഡാക്കി മാറ്റാനായിരുന്നു. ഇനി ഓക്സൈഡാക്കി മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ റെഡ്യൂസ് ചെയ്യണം. ഇങ്ങനെ നിരോക്സീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജന്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ പല റെഡ്യൂസിങ് ഏജൻറ്റ്സ് ഉപയോഗിക്കും. അതിൽ ഏറ്റവും പവർഫുള്ളായ റെഡ്യൂസിങ് ഏജന്റ്, ദ മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്, ഏറ്റവും ശക്തിയായ നിരോക്സീകാരി വൈദ്യുതിയാണ്. അതൊരു ചോദ്യമാണ്, ഏതാണ് മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്? വൈദ്യുതി. ആ വൈദ്യുതി ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്ന 5 മെറ്റൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, പിന്നെ റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി. ആ ശ്രേണിയിലെ ആദ്യത്തെ 5 പേര് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം. ഫസ്റ്റ് 5 എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഓർത്തിരിക്കുക, റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണിയിലെ ആദ്യത്തെ 5 പേരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ്, നിരോക്സീകാരി ഇലക്ട്രിസിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്. ഇനി നെക്സ്റ്റ് 5, അലുമിനിയം കഴിഞ്ഞ് വരുന്ന അടുത്തത് സിങ്കും, അതുപോലെ തന്നെ ഇരുമ്പ്, നിക്കല്, ടിന്ന്, ലെഡ്, ഇങ്ങനെയുള്ള നെക്സ്റ്റ് 5, അടുത്ത 5 പേരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്. ഇപ്പോൾ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാരണം അവരുടെ റിയാക്ടിവിറ്റി കുറവായതുകൊണ്ടാണ് കാർബൺ മതി എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ സെൽഫ് ഓക്സിഡേഷൻ പിന്നെ വേർതിരിച്ചെടുക്കുന്നത്. പിന്നെ സിൽവറും ഗോൾഡിൻ്റെയും പ്രത്യേകത അവിടെ റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്
പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സംയുക്ത രൂപത്തിലല്ല, സ്വതന്ത്രാവസ്ഥയിലാണ്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസിനെ മാത്രം റിമൂവ് ചെയ്താൽ മതി. ഇതാണ് മെറ്റലർജിക്കൽ പ്രോസസ്സിലെ ആ ഘട്ടം. അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത ചെയ്യുന്ന ഘട്ടത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതെന്ന് പറഞ്ഞത് മെറ്റലില് വീണ്ടും ഇമ്പ്യൂരിറ്റീസ് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ അതിനെ ഒന്നും കൂടി ശുദ്ധി ഘട്ടമാണ് അവസാന ഘട്ടം എന്ന് പറയുന്നത് റിഫൈനിങ്ങിന് 3 രീതികളാണ് നമ്മൾ സാധാരണഗതിയിൽ അവലംബിക്കുന്നത്. ആ റിഫൈനിങ്ങിന്റെ 3 രീതികൾ എന്ന് പറഞ്ഞത്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ലിക്വേഷൻ ആണ്. ലിക്വേഷൻ അതായത് ഉരുക്കി വേർതിരിക്കൽ. രണ്ടാമത്തത് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. മൂന്നാമത്തത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്, അതായത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ശുദ്ധീകരണം നടത്തുക. 3 കാര്യങ്ങളാണത്. ഇപ്പൊ ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉരുക്കി വേർതിരിക്കലാണ്. അപ്പൊ പെട്ടെന്ന് ഉരുകുന്ന, അതായത് ദ്രവണാങ്കം കുറഞ്ഞ ടിന്നും ലെഡും പോലെയുള്ള, എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ദ്രവണാങ്കം കുറഞ്ഞ ടിന്നും ലെഡും പോലെയുള്ള ലോഹങ്ങളാണ് ലിക്വേഷൻ എന്ന പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ശുദ്ധീകരിക്കുന്നത്. അടുത്തതായിട്ട് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനമാണ്. ബാഷ്പശീലം കൂടുതൽ മെർക്കുറി, കാഡ്മിയം, സിങ്ക് പോലെയുള്ള അവരെ അത്തരം ലോഹങ്ങളെ ഉപയോഗിക്കുന്ന ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം. ഇനി ഏറ്റവും അവസാനം ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ്. അത് വൈദ്യുത കഴിഞ്ഞ ദിവസം അത് മനസ്സിലാക്കിയതാണ് എന്താന്ന്, എക്സാമ്പിൾ ഓർത്തിരിക്കുക. അത് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ മെറ്റലർജിക്കൽ പ്രോസസ്സുകളിൽ പറയാനുള്ളത്. ഇനി നമുക്ക് 2 പ്രധാനപ്പെട്ട മെറ്റൽസിന്റെ നിർമ്മാണത്തിലൂടെ കടന്നു പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണത്. എല്ലാവരും നന്നായി പ്രധാനമായിട്ടും 2 മെറ്റൽസിന്റെ നിർമ്മാണ പ്രക്രിയയാണ് വളരെ വിശദമായിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇരുമ്പാണ്, അയൺ, Fe. ഇരുമ്പിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത് ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ്. ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ പ്രത്യേകതകളും അതിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് ഒരു വലിയ ചൂളയാണ്. അതിനാ പേര് കിട്ടാനുള്ള കാരണം വായുവിന്റെ അതിശക്തമായ പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. അതായത് ബ്ലാസ്റ്റ് ഓഫ് അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് വരികയും മുകളിൽ നിന്ന് നമ്മൾ ചാർജ് എന്നാണ് പറയാം. ബ്ലാസ്റ്റ് ഫർണസിലെ ചാർജ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കുന്നത്. ആ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കുന്നു. നമ്മൾ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ അയിര് ഹേമറ്റൈറ്റ് ആണ്. അപ്പോൾ Fe2 ഹേമറ്റൈറ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാന്ദ്രീകരിച്ച് മാലിന്യങ്ങളൊക്കെ പരമാവധി നീക്കം. മൂന്നാമതായിട്ട് കാർബൺ അല്ലെങ്കിൽ കോക്കാണ്. ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിയിൽ നിന്നും 1500-2000 ഡിഗ്രി ഒക്കെ സെൽഷ്യസ് താപനിലയുള്ള ചൂടുള്ള വായു പ്രവാഹത്തെ മുകളിലേക്ക് ഇടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കാൽസ്യം കാർബണേറ്റ് അഥവാ ലൈംസ്റ്റോൺ, ഞാൻ നേരത്തെ പറഞ്ഞു നീക്കം ചെയ്ത് അതിനകത്ത് ഓക്സൈഡ് അഥവാ മണൽ സാധനമില്ലേ, ആ മണൽ ഈ ഹേമറ്റൈറ്റിന്റെ കൂടെ ആകും. അതിന് നമുക്ക് നേരത്തെ പോയ ആ മാർഗങ്ങളിലൊന്നും ചിലപ്പോൾ അതിനെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള മണലിലെ മാലിന്യം ഗ്യാങ് എന്നാണ്. ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാൽസ്യം കാർബണേറ്റ് അഥവാ ലൈം സ്റ്റോൺ ചേർത്ത് കൊടുക്കുന്നത്.
So the function of calcium carbonate is to remove silicon dioxide or gang from the ore. Okay. അപ്പോൾ ഇവിടുത്തെ ആ റിയാക്ഷൻ ആണ് നമ്മളിവിടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഗ്യാങ് ആയിരിക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് SiO2 ആണ്. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ലൈംസ്റ്റോൺ. ഫർണസിനകത്തെ ഉയർന്ന കാൽസ്യം കാർബണേറ്റ് എന്ത് ചെയ്യും? തെർമൽ ഡീകമ്പോസിഷൻ നടക്കും. അതായത് താപീയ വിഘടനം, വിഘടിച്ചു കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറും. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. ഈ കാൽസ്യം ഓക്സൈഡിനെ ഫ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മാലിന്യത്തെ വിളിച്ചത് ഗ്യാങ് എന്ന്. മാലിന്യത്തെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുത്ത കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചുണ്ടായ കാൽസ്യം ഓക്സൈഡ് ഫ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടും. ഇനി ഈ ഫ്ലക്സും ഗ്യാങ്ങും കൂടി ചേരുന്നു, അതായത് കാൽസ്യം ഓക്സൈഡും സിലിക്കൺ കൂടി ചേർന്ന് കഴിഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ് CaSiO3 എന്ന് പറയുന്ന സ്ലാഗ്, അവനെ വിളിക്കുന്നത് സ്ലാഗ്, ഉരുകുന്നതാണ്. അപ്പൊ അത് ഡെൻസിറ്റിയും കുറവാണ്. അതുകൊണ്ട് ഫർണസിന്റെ അടിയിൽ വന്നിട്ട് അവിടെ നമ്മുടെ ഉരുകിയ ഇരുമ്പിന്റെ മുകളിൽ. ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിലെ റിയാക്ഷനിലെ ഒന്നാമത്തെ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു സ്ലാഗ് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്, ബ്ലാസ്റ്റ് ഫർണസിലെ സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ചേർത്ത് കൊടുത്ത ഈ കോക്ക് ഉണ്ടല്ലോ, കാർബൺ. ഈ കാർബൺ ഓക്സിജനുമായി, അതായത് മുകളിലേക്കുള്ള വായു പ്രവാഹത്തിൽ ഓക്സിജനുമായി എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. അങ്ങനെ ഓക്സിജനുമായി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുക. C+O2 gives CO2. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ വീണ്ടും ഈ ഉണ്ടായ CO2 വീണ്ടും കാർബണുമായി കൂടിച്ചേരുമ്പോൾ അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ റിയാക്ഷൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ റിയാക്ഷൻ ഇതാണ്. C+O2 gives CO2. Then CO2 plus C gives 2CO. 2 കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ശരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോക്കാണെങ്കിൽ പോലും ബ്ലാസ്റ്റ് ഫർണസിലെ നിരോക്സീകാരി എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ആക്ച്വലി ദ റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് കാർബൺ മോണോക്സൈഡ്. ചോദ്യം ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദി റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. നമ്മൾ ചേർക്കുന്നത് കോക്കാണ്, പക്ഷെ കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറിയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ റിയാക്ഷൻ. തേർഡ് റിയാക്ഷൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ റിയാക്ഷനിൽ ഈ ഹേമറ്റൈറ്റിനെ, അതായത് Fe2O3 കാർബൺ മോണോക്സൈഡ് റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യും? അയേണും അതുപോലെ തന്നെ ബാക്കി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. റിയാക്ഷൻ ഇതാണ്. Fe2O3 plus 3CO gives Fe plus 3CO2. അപ്പോൾ ഇതാണ് ബ്ലാസ്റ്റ് ഫർണസുമായി ബന്ധപ്പെട്ട് അയേണിന്റെ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇതിൽ ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് ഗാങ്, എന്താണ് ഫ്ലക്സ്, എന്താണ് സ്ലാഗ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഇനി ഇവിടുന്ന് ലഭിക്കുന്ന അയണിന്റെ, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന അയണിന്റെ പേരെന്താണ്? അത് പിഗ് അയൺ എന്നാണ്. അതിനകത്ത് കാർബൺ കണ്ടന്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അതിനെ മറ്റ് പ്രോസസ്സുകൾക്ക് വിധേയമാക്കിയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഇരുമ്പിന്റെ രൂപങ്ങളാക്കി മാറ്റുന്നത്. ഇത്തരത്തില് ഇരുമ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും എന്താ പറയുക ഹാർഡ്നെസ്സോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്തോ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ അലോയ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് പരിചയമുള്ള അറിയാവുന്ന ഒരു 3 അലോയ് സ്റ്റീൽസിനെ കുറിച്ച് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ 3 പ്രധാനമായിട്ടുള്ളത്, ഒന്ന് അൽനിക്കോ എന്നാണ്. അൽനിക്കോ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതിന്റെ പേരും അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും അതിന്റെ ഉപയോഗങ്ങളും. മിക്കവാറും മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണത്. അപ്പൊ അൽനിക്കോ ഓർത്തിരിക്കുക. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ നോക്കാം. അലൂമിനിയം, പിന്നെ നീ എന്ന് പറയുമ്പോൾ നിക്കൽ, കോബാൾട്ട് ആണ്, പിന്നെ ഇരുമ്പുണ്ട്. അപ്പം 4 അലൂമിനിയം, നിക്കൽ, കോബാൾട്ട് ആൻഡ് അയൺ. അൽനിക്കോ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അൽനിക്കോയുടെ ഉപയോഗം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സാധാരണ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഉരുക്കാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മീൻസ് നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള പാത്രങ്ങൾ കണ്ടില്ലേ, ആ പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയൊക്കെ
സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞോട്ടോ. പാത്രങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നിക്കൽ, ക്രോമിയം, ഒരിക്കൽ കൂടി ക്രോമിയം, അയൺ ആൻഡ് കാർബൺ. ഇനി മറ്റൊന്ന് നിക്രോം ആണ്. നിക്രോമിനെ നമുക്ക് പരിചയമുണ്ട്. നമ്മൾ ഫിസിക്സിലെ ഹീറ്റിംഗ് കോയിൽ നമ്മൾ പഠില്ലേ, തപനോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ. ആ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ സങ്കരമാണ് നിക്രോമിൽ അടങ്ങിയിരിക്കുന്നതും നിക്കൽ, ക്രോമിയം, അയൺ ആൻഡ് കാർബൺ ആണ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, കാർബൺ. അത് തന്നെയാണ് നിക്രോം. എന്തിനാന്ന് വെച്ചാൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീലിലും നിക്രോമിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ഘടകങ്ങളാണ്, പക്ഷേ വ്യത്യസ്ത സ്വഭാവമാണ്. എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഉത്തരം? ഇവിടെ ഘടകങ്ങൾ ഒരേപോലെയാണെങ്കിലും അവ കൂടിച്ചേരുന്ന അനുപാതം വ്യത്യസ്തമാണ്. വ്യത്യസ്ത അനുപാതത്തിലാണ് ഈ ഘടകങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ടിനും വ്യത്യസ്ത സ്വഭാവങ്ങൾ. ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ഇൻ നിക്രോം the components are present in different ratio എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇരുമ്പുമായി ബന്ധപ്പെടുത്തിയുള്ളത്. ഇനി നമുക്ക് അടുത്ത മെറ്റലിനെ കുറിച്ച്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റലിനെ കുറിച്ച് പറഞ്ഞത് അലൂമിനിയമാണ്. അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിന്റെ 2 ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ ഇനി അടുത്തായിട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അലൂമിനിയം നിർമ്മിക്കുന്നതിന് 2 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണുള്ളത്. അതായത് ഒന്നാമത്തേത് അലൂമിനിയത്തിന്റെ അയിര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? ബോക്സൈറ്റ് ആണ്. അപ്പൊ അലൂമിനിയത്തിന്റെ ബോക്സൈറ്റ് എന്ന് പറയുന്ന അയിര്, അതിന്റെ സാന്ദ്രണമാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ബോക്സൈറ്റിന്റെ സാന്ദ്രണം. രണ്ടാമത്തെ സ്റ്റേജിൽ സാന്ദ്രീകരിച്ച അതിൽ നിന്നും എന്ത് ചെയ്യണം? നമുക്ക് അലൂമിനിയം എന്നുള്ള ലോഹത്തെ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിലൂടെ എടുക്കാന്നുള്ളത്. അപ്പൊ ഈ 2 ഘട്ടങ്ങളാണുള്ളത്. ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. അതൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ എഴുതി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്ലോ ചാർട്ട് രൂപം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ഫ്ലോ ചാർട്ട് രൂപത്തിൽ എഴുതി പഠിക്കാം. നമ്മളിവിടെ വളരെ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണെന്ന് നമുക്കറിയാം. ബോക്സൈറ്റ് Al2O3 2H2O എന്നാണ്. ഇതിന്റെ സാന്ദ്രണത്തിന് നമ്മൾ നേരത്തെ പഠിച്ച മാർഗ്ഗം ഏതായിരുന്നു? ലീച്ചിങ് ആണ്. എന്താണ് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ? ലീച്ചിങ്ങില് ഒരു പ്രത്യേക ലായകം, സോൾവെന്റ്, ഒരു പ്രത്യേക സോൾവെന്റ് ഉപയോഗിച്ചുകൊണ്ട് ലയിക്കാത്ത മാലിന്യങ്ങളെ അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ Al2O3 2H2O ആണ്. ഈ ബോക്സൈറ്റിനെ നമ്മൾ ഹോട്ട് NaOH സൊല്യൂഷനിൽ ലയിപ്പിക്കുന്നു. ഹോട്ട് NaOH സൊല്യൂഷൻ എന്ന് വെച്ചാൽ വളരെ ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ അതിനെ ലയിപ്പിക്കുന്നു. അങ്ങനെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് സോലുബിൾ ആയിട്ടുള്ള ലയിക്കുന്ന സോഡിയം അലുമിനേറ്റ് ആണ്. NaAlO2 സോഡിയം അലുമിനേറ്റ്. സോഡിയം അലുമിനേറ്റ് ലയിക്കുന്നതാണ്. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, മാലിന്യങ്ങൾ ലയിക്കാതെ കിടക്കും, അതിനെ അരിച്ചു മാറ്റണം. അതാണ് ഫിൽട്ടർ ഇമ്പ്യൂരിറ്റീസ് എഴുതിയിരിക്കുന്നത്. അതിനെ അരിച്ചു മാറ്റി എന്നിട്ട് ഈ സോഡിയം അലുമിനേറ്റ് ആണ് പിന്നെ അവശേഷിക്കുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രഷ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ പുതുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യുക, നേർപ്പിക്കുക, വെള്ളം ഒഴിച്ച് നേർപ്പിക്കുക. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള മുഴുവൻ അലൂമിനിയവും എന്തായിട്ട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും, അവക്ഷിപ്തപ്പെടും. അങ്ങനെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കഴിഞ്ഞാൽ ആ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ വീണ്ടും ഫിൽട്ടർ ചെയ്ത് എടുക്കുകയും അതിനെ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുകയും ചെയ്യുക, നല്ല ശക്തമായിട്ട് ചൂടാക്കുക. അപ്പൊ അതിലെ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള അലൂമിനിയം ഓക്സൈഡ് ആയിട്ട് അത് മാറും. ഈ പ്യുവർ അലൂമിനിയം ഓക്സൈഡിനെയാണ് നമ്മൾ അലൂമിന എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്നു. സെക്കൻഡ് സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ അലൂമിനിയം ഓക്സൈഡ്, ഈ നമുക്ക് കിട്ടിയ അലൂമിന അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡിനെ എന്ത് ചെയ്യണം? ഇപ്പൊ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ അവിടെ വേണ്ടത് എന്തൊക്കെയാണ്? ഒരു ഇലക്ട്രോലൈറ്റ് വേണം, അതിൻ്റെ ഒപ്പം എന്ത് വേണം? ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് വേണം, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് വേണം, പിന്നെ ഒരു കണ്ടെയ്നറും വേണം. ഇതാണ് വേണ്ടത്, കണ്ടെയ്നർ, ഒരു പാത്രം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഉരുകിയ അലൂമിനിയം ഓക്സൈഡ്,
ഉരുകിയ അലൂമിനിയം ഓക്സൈഡും അതിൻ്റെ കൂടെ Na3Al(F6) അഥവാ ക്രയോലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ചേർക്കുന്നുണ്ട്. ഉരുകിയ അലൂമിനിയം അതിൻ്റെ കൂടെ ക്രയോലൈറ്റ്. അപ്പോൾ ഈ ക്രയോലൈറ്റ് എന്തിനാണ് ചേർക്കുന്നത് എന്ന ചോദ്യം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. എന്തിനാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ അലൂമിന എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായ കോമ്പൗണ്ടാണ്, എന്ന് വെച്ചാൽ വളരെ സ്ഥിരതയാർന്ന കോമ്പൗണ്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഉരുകില്ല. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കണം, ദ്രവണാംഗം കുറയ്ക്കാൻ, പെട്ടെന്ന് ഉരുക്കണ്ടേ, അങ്ങനെ ദ്രവണാംഗം കുറയ്ക്കാനും സഹായിക്കും. അതിൻ്റെ ഒപ്പം ഇത് ഇലക്ട്രോലൈറ്റ് അല്ലേ, അപ്പോൾ അതിലൂടെ വൈദ്യുതി ഈസി ആയിട്ട് പാസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചാലകത എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും ഈ ക്രയോലൈറ്റ് സഹായിക്കും. അപ്പോൾ ക്രയോലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അലൂമിനിയെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാംഗം കുറയ്ക്കാനും പിന്നെ ചാലകത അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ക്രയോലൈറ്റ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഇനി ഒരു കണ്ടെയ്നർ ഉണ്ടെന്ന് പറഞ്ഞു. ആ കണ്ടെയ്നറിൽ 2 ഇലക്ട്രോഡുകളുണ്ട്. പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ പേര് ആനോഡ് എന്നാണ്. അത് ഉപയോഗിക്കുന്നത്, പോസിറ്റീവ് ഇലക്ട്രോണായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ദണ്ഡുകളാണ്. നെഗറ്റീവ് ഇലക്ട്രോണായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ടെയ്നർ ഉണ്ടല്ലോ, പാത്രം ഉണ്ടല്ലോ, മക്കളെ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 2 ഇലക്ട്രോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഇലക്ട്രോഡ് കാർബൺ റോഡുകളെന്ന് പറഞ്ഞു. നെഗറ്റീവ് ഇലക്ട്രോഡ് നമ്മൾ എടുക്കുന്ന പാത്രമുണ്ട്, ആ പാത്രത്തിൻ്റെ ഉൾവശത്തുള്ള ലൈനിങ് ആണ് എന്ത് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ടിടത്ത് നടക്കുന്ന റിയാക്ഷൻ ശ്രദ്ധിക്കുക. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോവുക. ഈ അലൂമിന എന്ന് പറഞ്ഞത് വിഘടിച്ചു കഴിഞ്ഞാൽ, അലൂമിന Al2O3 വിഘടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് 2 അയോണുകളാണ്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് അലൂമിനിയത്തിൻ്റെ അയോണ്, അത് അലൂമിനിയത്തിൻ്റെ അയോണ് Al3+ ആണ്. പിന്നെ ഓക്സിജന്റെ അയോൺ ഉണ്ടാവും, അത് O2-1. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള അയോൺസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിജന്റെ അയോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് അതായത് ഓക്സീകരണം നടക്കുന്നത്, ഓക്സീകരണം നടന്ന് ഓക്സിജൻ ആയിട്ട് എന്ത് ചെയ്യും? ഓക്സിജൻ വാതകമായിട്ട് അവിടെ ലിബറേറ്റ് ചെയ്യും. നെഗറ്റീവ് ഇലക്ട്രോണിൽ എന്ത് ചെയ്യും? അലൂമിനിയം 3+ ആണ് അവിടേക്ക് പോകുന്നത്. പോസിറ്റീവ് അയോണാണ് നെഗറ്റീവിലേക്ക് പോകുന്നത്. അത് 3 ഇലക്ട്രോണിനെ സ്വീകരിച്ച് അലൂമിനിയമായിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ പോസിറ്റീവ് ഇലക്ട്രോഡ് കാർബൺ റോഡാന്ന് പറഞ്ഞു. അവിടെ ഓക്സിജൻ എത്തുമ്പോൾ അവിടെ ഒരു പ്രവർത്തനം കൂടി നടക്കും. ഈ കാർബൺ റോഡും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അലൂമിനിയത്തിന്റെ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ പോസിറ്റീവ് ഇലക്ട്രോഡിനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതൊരു ചോദ്യമായിട്ട് സാധാരണ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് അലൂമിനിയത്തിന്റെ ഇലക്ട്രോളിസിസ് വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിൽ പോസിറ്റീവ് ഇലക്ട്രോഡിനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സിജനാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഓക്സിജൻ റിയാക്ട് വിത്ത് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്. അപ്പോൾ അതെന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ ഓക്സിജൻ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് റിയാക്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് എന്ത് ചെയ്യും? പതിയെ ഇല്ലാതാകും. അതുകൊണ്ട് ആ ഇലക്ട്രോഡ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇത്രയുമാണ് നമുക്ക് ലോഹ നിർമ്മാണം എന്നുള്ള ചാപ്റ്ററിലുള്ളത്. വളരെ സമയം കുറച്ച് പരിമിതമാണ് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഇനി നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത യൂണിറ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് അലോഹ സംയുക്തങ്ങൾ എന്നതാണ് നമ്മുടെ ചാപ്റ്റർ. അലോഹ സംയുക്തങ്ങൾ. അലോഹ സംയുക്തങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും കോമ്പൗണ്ട് എന്ന് പറയുന്നത് അമോണിയ, NH3 അമോണിയ. അമോണിയയുടെ ഒന്ന് അതിൻ്റെ പരീക്ഷണശാലയിലെ നിർമ്മാണം, മറ്റൊന്ന് അതിൻ്റെ വ്യാവസായിക നിർമ്മാണം. ഇത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷനാണ്.
എന്ന് വെച്ചാൽ പരീക്ഷണശാലയിൽ എങ്ങനെയാണ് അമോണിയ നിർമ്മിക്കുന്നത് എന്നാണ്. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാൻ വേണ്ടി 2 വസ്തുക്കളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് അമോണിയം ക്ലോറൈഡും പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡും. രണ്ടുപേരും നമ്മൾ എടുക്കും. അപ്പോൾ ഈ 2 വസ്തുക്കളാണ് നമ്മൾ എടുക്കുന്നത്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുക്കുന്നു. എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ പരീക്ഷണം ചെയ്യുന്നതിൻ്റെ ഒരു സംവിധാനമൊക്കെ ഉണ്ട്. ആ ചിത്രം ഞാനിവിടെ വരയ്ക്കുന്നില്ല, നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള ചിത്രമാണ്, അത് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും അതൊരു ബീക്കറിലൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിനെ കോർക്കൊണ്ടൊക്കെ അടച്ച് അതിന് ഡെലിവറി ട്യൂബൊക്കെ വെച്ചുള്ള സംവിധാനമാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ചിത്രം വരയ്ക്കാത്തത്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അമോണിയ വാതകം ലഭിക്കും. ഈ അമോണിയ വാതകം അതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ അമോണിയ വാതകം ശേഖരിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ ഒരു കാൽസ്യം ഓക്സൈഡിൻ്റെ ശോഷക സ്തംഭം അല്ലെങ്കിൽ ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിടും. അതെന്തിനാണ് ഇങ്ങനെ അമോണിയ ഈ ശോഷക സ്തംഭം കടത്തിവിടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. അതെന്തിനാണ്? എന്താണ് ഈ ശോഷകാരകം അല്ലെങ്കിൽ ശോഷക സ്തംഭമായിട്ട് ഉപയോഗിക്കുന്ന ആ വസ്തുവിന്റെ പ്രത്യേകത എന്താണ്? ഈർപ്പത്തെ വലിച്ചെടുക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശോഷകാരകം എന്ന് വിളിക്കുന്നത്. ഈർപ്പത്തെ പദാർത്ഥം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ശോഷകാരകം കാൽസ്യം ഓക്സൈഡ് ആണ്. കാൽസ്യം ഓക്സൈഡ് ഇത് ഈർപ്പത്തെ വലിച്ചെടുക്കും. ഒരല്പം ജലം ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഈ അമോണിയയിലെ ലേയത്വം എന്ന് പറഞ്ഞിട്ട് കൂടുതലാണ്. അപ്പം ഈർപ്പം ഉണ്ടെങ്കിൽ അമോണിയൊക്കെ അതിൽ ലയിച്ചു പോകും. അപ്പൊ ആ നമ്മള് എന്ത് ചെയ്യുന്നത്? കാൽസ്യം ഓക്സൈഡ് എന്നുള്ള ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ശോഷകാരകം ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, അമോണിയ ഈസ് കളക്ടഡ് ഇൻ ഇൻവേർട്ടഡ് ജാർ. അതിനെ തലതിരിച്ചു വെച്ച ജാറിലാണ് ശേഖരിക്കുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ എയർ. അത് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് അതിനെ ഇൻവേർട്ടഡ് ജാറിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷനിൽ പറയാനുള്ളത്. ഇനി ഈ അമോണിയയുടെ തന്നെ 2 രൂപങ്ങൾ അത് നമ്മൾ ചോദിക്കാറുണ്ട്. ലിക്വർ അമോണിയയും ലിക്വിഡ് അമോണിയയും എന്ന് പറയും. ലിക്വർ അമോണിയയും ലിക്വിഡ് അമോണിയയും എന്താണ് വ്യത്യാസം നോക്കും. ഇപ്പൊ ലിക്വർ അമോണിയ എന്ന് പറഞ്ഞാൽ അത് ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ ഗാഢത കൂടിയ ജലീയ ലായനിയെ വിളിക്കുന്ന പേരാണ് അങ്ങനെ അമോണിയയുടെ ലായനിയെ വിളിക്കുന്ന പേരാണ്. എന്നാൽ ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാലോ, ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ അമോണിയ ഒരു വാതകമാണ്, പക്ഷെ അതിനെ മർദ്ദം പ്രയോഗിച്ചാൽ, നമുക്കറിയാം മർദ്ദം പ്രയോഗിച്ചാൽ എന്ത് ചെയ്യും? വാതകാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അമോണിയ എന്ന് പറയുന്ന വാതകത്തെ മർദ്ദം പ്രയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുന്നതാണ് ഇത് ലിക്വിഡ് അമോണിയ. അപ്പോൾ അത് സാധാരണ ചോദിക്കാത്ത ചോദ്യമാണ്, ഓർത്തിരിക്കുക. ലിക്വർ അമോണിയ എന്ന് പറഞ്ഞാൽ അമോണിയ വാതകത്തെ ജലത്തിൽ ലയിപ്പിക്കുക. അതിൻ്റെ വളരെ ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് ലിക്വർ അമോണിയ. വാട്ട് ഈസ് ലിക്വിഡ് അമോണിയ വെച്ചാൽ അമോണിയയെ എന്ത് ചെയ്യാം? പ്രഷർ, നന്നായിട്ട് പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്താൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ലഭിക്കുന്ന പദാർത്ഥമാണ് ഇത് ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു അമോണിയയുടെ സോലുബിലിറ്റി, ജലത്തിലെ സോലുബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് ഏകദേശം 1 ലിറ്റർ ജലം എടുത്താൽ ഏകദേശം നമുക്ക് 700 ലിറ്ററോളം അമോണിയ അതിൽ ലയിപ്പിക്കാവുന്നതാണ്. 1 ലിറ്റർ ജലത്തിൽ 700 ലിറ്റർ അമോണിയ ലഭിക്കും. അത്രയ്ക്ക് സോലുബിലിറ്റി കൂടിയ ഒരു വാതകമാണ് അമോണിയ എന്ന് പറയുന്നത്. ഈ സോലുബിലിറ്റി, ഹൈ സോലുബിലിറ്റി ഓഫ് അമോണിയ ഇൻ വാട്ടർ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ക്ലാസ്സിലൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫൗണ്ടൈൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഞാൻ ആ ഫൗണ്ടൻ എക്സ്പെരിമെന്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം അത് ഫൗണ്ടൻ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യാന്ന്. ഒരു RB ഫ്ലാസ്ക് എടുത്ത് അതിനകത്ത് അമോണിയ ട്യൂബ് വെള്ളം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി സിറിഞ്ച് വെക്കുന്നുണ്ട്.
എന്നിട്ട് ഈ സംവിധാനം എല്ലാം തലതിരിച്ച് പൈപ്പ് മാത്രം എന്ത് ചെയ്യും, ഒരു ബീക്കറിൽ കുറച്ച് ജലമെടുത്ത് അതിൽ ഫിനോഫ്തലീൻ വെച്ച് അതിൽ മുക്കി വെക്കും. ഇത്രയാണ്. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു, കാരണം കണ്ടതൊക്കെ ആയിരിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കും. സിറിഞ്ച് ഉപയോഗിച്ച് നമ്മൾ ഈ RB ഫ്ലാസ്കിൽ, അതായത് അമോണിയ ഉള്ള RB ഫ്ലാസ്കിനകത്തേക്ക് നമ്മൾ അല്പം വെള്ളം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ അമോണിയയ്ക്ക് ജലത്തിൽ നന്നായി ലയിച്ചു തരാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ജലത്തിൽ ആ ഫ്ലാസ്കിലെ അമോണിയ മുഴുവൻ എന്ത് ചെയ്യും, ലയിക്കും, സോലുബിൾ ആവും. അപ്പൊ അതിനെ സോലുബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് അവിടെ എന്ത് ചെയ്യും, ഒരു ലോ പ്രഷർ ഏരിയ, മർദ്ദം കുറഞ്ഞ ഒരു മേഖല സൃഷ്ടിക്കപ്പെടും. അപ്പോൾ മർദ്ദം കുറയുകയും അന്തരീക്ഷ മർദ്ദം വരുമ്പോൾ എന്ത് ചെയ്യും, അന്തരീക്ഷ മർദ്ദം താഴെ ഉള്ള ആ ബീക്കറിൽ നിന്നും ജലത്തെ തള്ളി ഈ RB ഫ്ലാസ്കിനകത്തേക്ക് കയറ്റുന്നത് കൊണ്ടാണ് ഫൗണ്ടൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നു. ആ പ്രഷർ ഡിഫറൻസിന്റെ കാരണം എന്തായിരുന്നു? നമ്മൾ കൊടുത്ത ജലത്തിൽ അവിടെയുള്ള അമോണിയ മുഴുവൻ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് പ്രഷർ ഡിഫറൻസ് ഉണ്ടായത്. അപ്പോൾ കണ്ടോ, അമോണിയയുടെ ജലത്തിലെ സോലുബിലിറ്റി ആണ് ഈ എക്സ്പെരിമെന്റ് വഴി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് മുകളിലേക്ക് വന്ന ആ ഫൗണ്ടൈന് പിങ്ക് കളറേഷൻ കിട്ടിയിരുന്നതാണ്? അപ്പൊ നമ്മൾ താഴെ ബീക്കറിൽ വെച്ച വെള്ളത്തിൽ നമ്മൾ കുറച്ച് വന്നപ്പോൾ എന്ത് ചെയ്തു, അത് പിങ്ക് കളറായി. ഈ ഫിനോഫ്തലിൻ പിങ്ക് കളറാവുന്ന എപ്പോഴാ? ഒരു ബേസ് ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ബേസ് ഉണ്ടായോ? നമുക്ക് നോക്കാം എന്താ ഉണ്ടായത്. അമോണിയ ഫ്ലാസ്കിൽ നമ്മൾ എടുത്തത്, പിന്നെ നമ്മൾ അതിലേക്ക് എന്താ കൊടുത്തത്? അപ്പൊ എന്താ ഉണ്ടാവുക? അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസ് ഉണ്ടാവും, NH4. അപ്പൊ അമോണിയ ഉണ്ടായിരുന്നു, ജലം ചേർന്ന് കഴിഞ്ഞപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. ഈ ബേസിന്റെ സാന്നിധ്യം ാണ് നമുക്ക് അവിടെ പിങ്ക് കളർ കിട്ടാൻ കാരണം. ഇതാണ് നമുക്ക് ഫൗണ്ടൈൻ എക്സ്പെരിമെന്റുമായിട്ടുള്ള അതുമായിട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ അമോണിയയുടെ തന്നെ മറ്റൊരു പ്രവർത്തനമാണ്, അതായത് അമോണിയ നിറച്ച തുറക്കുക, എന്നിട്ട് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്ത മുക്കിയിട്ട് ഒരു ഗ്ലാസറോട് ഈ അമോണിയയുടെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാം നല്ല വെളുത്ത കട്ടിയുള്ള പുകയുണ്ടാവും, അതായത് തിക്ക് വൈറ്റ് ഫ്യൂംസ് ആർ ഫോംഡ്. ഓക്കെ, അപ്പോൾ കട്ടിയുള്ള വെളുത്ത പുക ഉണ്ടാവും. ആ പുക എന്താണ്? നമ്മൾ അമോണിയ എടുത്തു, അമോണിയയുടെ ജാറിന്റെ മുകളിലാണ്. അപ്പൊ അമോണിയ വാതകാവസ്ഥയിലാണ്, നമുക്ക് ദ്രാവകമാക്കി മാറ്റിയാലും അത് എന്ത് ചെയ്യും, വാതകാവസ്ഥയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ജാറ് തുറന്നു കഴിഞ്ഞാൽ അമോണിയ പുറത്തേക്ക് വരും, നമുക്കറിയാം രൂക്ഷമായ മണം ഉണ്ടാവും. ഈ അമോണിയയിലേക്ക് നമ്മൾ എന്താ കൊടുത്തത്? ഗ്ലാസ് റോഡിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl കൊടുത്തത്. ഈ HClന്റെയും പ്രത്യേകത അത് ഫ്യൂമിംഗ് ആണ്. എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ബാഷ്പായിട്ട് മാറണമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടിച്ചേർന്നാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? എന്താ ഉണ്ടാവുക? H4Cl. ഇതൊരു വെളുത്ത പദാർത്ഥമാണ്. അപ്പൊ നമ്മൾ കണ്ട വെളുത്ത പുക എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പൊ നിങ്ങൾ ആ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അമോണിയയും HCl അമോണിയം ക്ലോറൈഡ് ഉണ്ടായി. ഓക്കെ, ഇവിടെ ഞാൻ ഈ ആരോ മാറ്റത്തിന് കാരണം വെച്ചാൽ ഇവിടെ ഇതൊരു പ്രത്യേകതര റിയാക്ഷനാണ്. അറിയോ, അപ്പൊ അമോണിയം ക്ലോറൈഡ് ഉണ്ട്. അമോണിയം ക്ലോറൈഡ് ഉണ്ടായിരുന്നത് ചൂടാക്കി വെളുത്ത പുക അപ്രത്യക്ഷമാവും. ഇത് നമ്മൾ പരീക്ഷണം ഇങ്ങനെയല്ല, വേറൊരു പരീക്ഷണം കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ലോങ് ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് ഇവിടെ അമോണിയ എന്ത് ചെയ്യണം, HCl വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനെടുത്തായിട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് എന്ത് ചെയ്യും, അമോണിയയിൽ നിറച്ച പഞ്ഞു വെക്കുക, ഇവിടെ HCl നിറച്ച പഞ്ഞു വെക്കുക, രണ്ടും കൂടി ചേർന്ന് ഇവിടെയാണ് നമുക്ക് കട്ടിയുള്ള പുക ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡ് ആണ്. ഇനി ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാം, ഇവിടെ നമ്മൾ ചൂടാക്കി വെക്കാം. ഈ ഗ്ലാസ് ട്യൂബിലൂടെ ചൂടാക്കി കഴിഞ്ഞാൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ചൂടാക്കി കഴിയുമ്പോൾ ഈ അമോണിയം ക്ലോറൈഡ് വിഘടിച്ച് തിരിച്ച് ഇടേണ്ടി വരും, അതായത് അമോണിയയും HCl ആയിട്ട് മാറും. അപ്പൊ ഈ റിയാക്ഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള റിയാക്ഷൻ അല്ല. അതായത് നമ്മൾ നേരത്തെ കുറെ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. C+O2 എന്നൊക്കെ പറഞ്ഞത് ഒരു സൈഡിലേക്ക്
ഏകദിശാ പ്രവർത്തനം എന്നാണ്. ഏകദിശാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ. അതേസമയം ഈ റിയാക്ഷന്റെ പ്രത്യേകത എന്താ അറിയോ? ഏകദിശാ പ്രവർത്തനം ഇംഗ്ലീഷ് പറയാം ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ തിരിച്ചു വരാത്തത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. എന്നാൽ ഇത് രണ്ട് ദിശയിലേക്ക്, അതായത് അങ്ങോട്ട് നടന്നിട്ടും തിരിച്ചും നടക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ അഥവാ ഇതിന്റെ മലയാളം എന്താണ്? ഉഭയദിശാ പ്രവർത്തനമാണ്. ഉഭയദിശാ പ്രവർത്തനം. ഈ ഉഭയദിശാ പ്രവർത്തനത്തിന് രണ്ട് ഇതെന്ന് പറഞ്ഞാൽ മുന്നോട്ടും ഇങ്ങോട്ടും പോവാം. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഈ ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കാം? അഭികാരകങ്ങൾ എന്നാ പറയാം. അഭികാരകങ്ങൾ, റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തുള്ളത് ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് ആണ്. അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് കൂടിച്ചേർന്ന് പ്രൊഡക്ട്സ് ഉണ്ടാകുക. ആ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. അതല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? പുരോപ്രവർത്തനം. ഉൽപ്പന്നം ഉണ്ടാകും. തിരിച്ച് ഉൽപ്പന്നം വിഘടിച്ച് പ്രൊഡക്റ്റ് വിളിക്കുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാണ്. പുരോപ്രവർത്തനം അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? പശ്ചാത്പ്രവർത്തനം. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ റിയാക്ഷൻ അഥവാ ഉഭയദിശാ പ്രവർത്തനം. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഉഭയദിശാ പ്രവർത്തനം. അത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന എക്സാമ്പിൾ എന്ന് അമോണിയയുടെ രണ്ട് തരം നിർമ്മാണം ഉണ്ടെന്ന്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ് നമ്മൾ എടുക്കുന്നത്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം എന്ന് പറയുന്നത് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് ഹേബർ പ്രോസസ് എന്നാണ്. ആ ഹേബർ പ്രോസസ്സില് ഇതാണ് അതിന്റെ ഇക്വേഷൻ N2 + 3H2. പിന്നെ ഉഭയദിശാ പ്രവർത്തനം റിവേഴ്സിബിൾ ആണ്. 2NH3 പ്ലസ് ഹീറ്റ് ഉണ്ട് കേട്ടോ, പ്ലസ് താപമുണ്ട്, ഹീറ്റ്. ഇതാണ് ഹേബർ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹേബർ പ്രോസസ്? ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം. ഇതാണ് ഹേബർ പ്രോസസ്സ്. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നമുക്ക് വേറെയും കുറെ റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയ NH3 + HCl use NH4Cl. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. മറ്റൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് 2 ഡയോക്സൈഡ് പ്ലസ് O2 3 ഓക്സിജൻ. ഇതും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. മറ്റൊന്ന് 2H2 + I2 2H. ഇതൊരു ഇങ്ങനെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ ഒക്കെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫോർവേഡ് റിയാക്ഷൻ, ഒന്ന് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി ഇതിന്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്താൽ അതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ. ഗ്രാഫ് ഇതുപോലെ എഴുതിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് 0 ആണ്. ഇവിടെ ടൈം ഇവിടെ നിങ്ങട് ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഈ ടൈം 0 ആയിരിക്കുന്ന സമയത്ത് റിയാക്ഷൻ ഇവിടെ ആയിരിക്കും. റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതേസമയം ബാക്ക്വേർഡ് റിയാക്ഷൻ പറഞ്ഞാൽ കൂടി വരികയും ചെയ്യും. എന്നിട്ട് രണ്ട് റിയാക്ഷനും കൂടി ഇവിടെ വെച്ച് മീറ്റ് ചെയ്യും. പിന്നെ ഇതെങ്ങനെ പോകും. അപ്പൊ ഗ്രാഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സമയം 0 ആയിരിക്കും തുടങ്ങുന്ന ഏത് റിയാക്ഷനേ ഉണ്ടാവുള്ളൂ? പുരോപ്രവർത്തനം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഉൽപ്പന്നം ഉണ്ടാകുന്ന റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉൽപ്പന്നം ഉണ്ടായി. അപ്പോൾ ഇതും സ്റ്റാർട്ട് ആവും. പിന്നെ സമയം പോകുന്തോറും എന്ത് ചെയ്യും? ഇത് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. ഈ ഫോർവേഡ് റിയാക്ഷൻ കുറഞ്ഞു വരികയും അതേസമയം ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്.
ഫോർവേഡ് എന്ന് പറഞ്ഞാൽ പുരോപ്രവർത്തനം, ബാക്ക്വേർഡ് പശ്ചാത്തലപ്രവർത്തനം. അപ്പോൾ പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് റിയാക്ഷൻ കുറയും, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും. പിന്നെ രണ്ടും വേഗത്തിൽ രണ്ട് റിയാക്ഷനും ഒരേ വേഗത്തിൽ നടക്കും. അതാണ് എന്ത് ചെയ്യും, രണ്ടും ഒരേ. അതായത് നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നുണ്ടോ, കാരണം നമ്മുടെ റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആയി മാറുന്ന അതേ വേഗത്തിൽ തന്നെ പ്രൊഡക്ട്സ് ഡീകമ്പോസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, റിയാക്ടൻസ് ആയിട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലനാവസ്ഥ എന്ന് വിളിക്കും. ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലനാവസ്ഥ നിങ്ങൾക്കറിയാം. അപ്പൊ ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ സന്തുലനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടിന്യൂസ് തന്നെ പോകും. കാരണം ഒരു സിസ്റ്റം എത്തിക്കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു, അവസ്ഥയിൽ തന്നെ തുടരാൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആയിരുന്നു. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു കാണും, ചിലപ്പോൾ ചിലർ കാണാതെ പഠിച്ചു കാണും. എന്താണ് പ്രിൻസിപ്പിൾ പറയുന്നത്? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ആ തത്വം അനുസരിച്ച് ഇങ്ങനെ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു അതിൻ്റെ കോൺസെൻട്രേഷനോ, അതായത് ഗാഢത, പിന്നെ പ്രഷർ, മർദ്ദം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഘടകം മാറ്റം വരുത്തിയെന്ന് വയ്ക്കാം. അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഇക്വിലിബ്രിയത്തിനെ അത് ബാധിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ സിസ്റ്റം ആ മാറ്റം സ്വയം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ക്രമീകരണങ്ങളൊക്കെ നടത്തുകയും എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. അത് നിങ്ങളിത് അതിൻ്റെ എന്താ പറയുക, കൃത്യമായിട്ടുള്ള നിർവചനമൊക്കെ പാഠപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു പഠിച്ചു കാണും. അപ്പോൾ ഒരു കൂടി പറയുന്നു, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇക്വിലിബ്രിയത്തിൽ, സന്തുലനാവസ്ഥ പറഞ്ഞത് ഇക്വിലിബ്രിയത്തിൽ എത്തണം. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പുതിയ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുകയും ചെയ്യും. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രഷർ കുറയ്ക്കും. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കും. കോൺസെൻട്രേഷൻ കൂട്ടിയാൽ കോൺസെൻട്രേഷൻ കുറയ്ക്കും. തിരിച്ച് നമ്മൾ കുറയ്ക്കാൻ ചെയ്യാൻ കൂട്ടാൻ ശ്രമിക്കും. ഈ കൊണ്ടാണ് നമ്മൾ ഇത്തരം ഇക്വിലിബ്രിയം റിയാക്ഷനിലൊക്കെ എന്ത് ചെയ്യുന്നത്, ആ റിയാക്ഷൻ ഏത് ഡയറക്ഷനിൽ നടക്കണം എന്നത് തീരുമാനിക്കുകയും അതുവഴി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിലൊക്കെ വളരെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമമാണത്. അത് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കോൺസെൻട്രേഷൻ ആയിരുന്നു, ഗാഢത എന്ന് പറഞ്ഞാൽ 2 പേരുണ്ട്. നേരത്തെ പറഞ്ഞു, അതായത് ഗാഢത കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വ്യൂഹം ശ്രമിക്കുക, ഗാഢത കുറച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടാൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പൊ ഈ നേരത്തെ ഞാൻ അവിടെ എഴുതിയ ഇക്വേഷനിൽ എഴുതുന്നു, N2 + 3H2 gives 2NH3. നമ്മൾ നൈട്രജന്റെ കോൺസെൻട്രേഷൻ കൂട്ടി വയ്ക്കാം. നൈട്രജന്റെ ഹൈഡ്രജന്റെ ഇതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി വയ്ക്കാം. കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്ത് ചെയ്യും, ഗാഢത കൂട്ടിക്കഴിഞ്ഞാൽ ഗാഢത കുറയ്ക്കാൻ ശ്രമിക്കും. ഗാഢത കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കണം. നൈട്രജനും ഹൈഡ്രജനും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഗാഢത കുറയുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടക്കണം എന്നർത്ഥം. ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കൂടുതൽ കിട്ടും. അപ്പൊ നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും, ഇതുപോലെ റിയാക്ഷൻ തന്നിട്ട് ഉൽപ്പന്നം കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 2ഓ 3ഓ ഒക്കെ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി, ഉൽപ്പന്നം കൂടുതൽ 2ഓ 3ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നോക്കിയിരുന്നാൽ പോരാ. അപ്പൊ നമുക്ക് ഈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും, അത് ഡിക്രീസ് കൂടുതൽ നടത്തും. പുരോപ്രവർത്തനം കൂടുകയും ഉൽപ്പന്നം കുറയ്ക്കുക ആണെങ്കിൽ ഇവിടുന്ന് ഉണ്ടാകുന്നതിനനുസരിച്ച് നീക്കം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ സിസ്റ്റത്തിന് അമോണിയ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഗാഢത കൂട്ടാൻ
വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർവേഡ് റിയാക്ഷൻ നടന്ന് വീണ്ടും 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 എന്ത് ചെയ്യും, അമോണിയ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുകിൽ ഇവിടുത്തെ പിന്നെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ അത് കൂട്ടുക, അതല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം. ടെമ്പറേച്ചർ ആണ് നോക്കുക. ടെമ്പറേച്ചർ താപനില. നേരത്തെ ഞാൻ പറഞ്ഞു താപനില കൂട്ടുകയാണ്. അപ്പൊ താപനില കുറയ്ക്കാനാണ് ശ്രമിക്കുക. താപനില കൂട്ടി നമ്മൾ താപം കൊടുത്തോണ്ടിരിക്കുന്നു സിസ്റ്റത്തിന് താപം കൊടുത്തോണ്ടിരുന്നാൽ സിസ്റ്റം എന്താ ചെയ്യുക, താപം കുറയ്ക്കാനാണ് ശ്രമിക്കുക. താപം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ആലോചിച്ച് നോക്കൂ. താപം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഏത് പ്രവർത്തനം നടക്കണം? താപശോഷകം നടക്കണം, താപമോചകം നടക്കണം. നടക്കണമെങ്കിൽ ഏത് നടക്കണം? താപശോഷകം അഥവാ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ താപശോഷക പ്രവർത്തനമാണ് കൂടുതൽ നടക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ വ്യൂഹം എന്ത് ചെയ്യും, സിസ്റ്റം എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂട്ടാൻ ശ്രമിക്കും. ടെമ്പറേച്ചർ കൂടണമെങ്കിൽ എക്സോതെർമിക് അഥവാ താപമോചക പ്രവർത്തനം നടക്കും. ഓക്കെ. ഇനി അടുത്തതായിട്ടുള്ളത് പ്രഷറാണ്, മർദ്ദമാണ്. മർദ്ദത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മർദ്ദം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അത് ഡയറക്റ്റ് ആയിട്ടല്ല, മറിച്ച് മറ്റൊരു രീതിയിലാണ് നമ്മൾ. ഇപ്പോ ഈ റിയാക്ഷനിലേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ N2+3H2 gives 2NH3 എന്നാണ്. ലെഫ്റ്റ് സൈഡ് റിയാക്ടന്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 4 മോളിക്യൂൾസ് ഉണ്ട്, എന്നാൽ പ്രോഡക്റ്റ് സൈഡിൽ 2 മോളിക്യൂൾസേ ഉള്ളൂ. ഈ റിയാക്ഷൻ നടക്കുന്നതിന്റെ സ്ഥലം നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുന്നോ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നമ്മളിപ്പോൾ റിയാക്ഷൻ ഒരു പാത്രത്തിനകത്ത് നടക്കുന്നെങ്കിൽ ആ പാത്രത്തിന്റെ സ്ഥലം എന്ത് ചെയ്യുന്നില്ല, അതിന്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നില്ല, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ കൂടുതലും, നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവാണെങ്കിൽ അവിടെ പ്രഷർ കുറവായിരിക്കും. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ തന്മാത്രകളുടെ എണ്ണം കൂടുതലുള്ള സ്ഥലത്ത് പ്രഷർ കൂടുതലും, തന്മാത്രകളുടെ എണ്ണം കുറവുള്ള സ്ഥലത്ത് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഇനി മർദ്ദം കൂട്ടുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. മർദ്ദം കൂട്ടി എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും, മർദ്ദം കുറയ്ക്കാനാണ് ശ്രമിക്കുക. മർദ്ദം കുറയ്ക്കണമെങ്കിൽ എങ്ങോട്ട് പോകേണ്ടി വരും, ഭാഗത്തേക്ക് പോകുമ്പോഴാണ് മർദ്ദം കുറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അതുപോലെ തന്നെ മർദ്ദം നമ്മൾ കുറച്ചു എന്ന് വയ്ക്കാം, പ്രഷർ ഡിക്രീസ് ചെയ്തു. പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സിസ്റ്റം പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ കൂടുതലായിട്ട് നടത്തും. തന്മാത്രകളുടെ എണ്ണവും മർദ്ദവുമായുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞത്. തന്മാത്രകളുടെ എണ്ണം കൂടിയിരിക്കുന്ന ഭാഗത്തേക്കാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ മർദ്ദം കൂടുകയും, തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞ ഭാഗത്തേക്കാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ മർദ്ദം എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ഞാൻ നേരത്തെ എഴുതിയ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാ ഈ എക്സാമ്പിളാണ് നമ്മൾ എഴുതിയത്. H2+I2 gives 2H. ഓക്കെ. ഈ മർദ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വാതകാവസ്ഥയിലുള്ള അന്നത്തെ ഗ്യാസ് സ്റ്റേറ്റിലുള്ള വാതകാവസ്ഥയിലായിരിക്കും നമ്മൾ എന്ന് പറഞ്ഞ ഫാക്ടറിന്റെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോളിഡ് ആണെങ്കിൽ നമ്മൾ അവിടെ ഈ മർദ്ദം എന്ന് പറയുന്ന, പ്രഷർ എന്ന് പറയുന്ന ഫാക്ടറിന് വലിയ ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പോൾ ഒന്ന് നമ്മൾ നോക്കേണ്ടത് റിയാക്ടൻസും പ്രൊഡക്ട്സും ഒക്കെ ഗ്യാസ് സ്റ്റേജിലാണോ നോക്കണം. രണ്ടാമതായിട്ട് ഇതും കൂടി നോക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് ഹൈഡ്രജൻ, ഇവിടെ അയോഡിൻ HI എന്നൊക്കെ തന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജനും അയോഡിനും ഇവിടെ 2 മോളിക്യൂൾസ് ആണ് ഇവിടെ ഉള്ളത്, ഇവിടെയും 2 മോളിക്യൂൾസ് ഉള്ളത്. എന്ന് വെച്ചാൽ 2 സൈഡിലേക്ക് പോയാലും മർദ്ദത്തിൽ ഈ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണ്. അതുകൊണ്ട് പ്രഷർ ഹാസ് നോ എഫക്റ്റ് ഓൺ ദിസ് റിയാക്ഷൻ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും ഉണ്ടാകും, ശ്രദ്ധിച്ച് മാത്രം അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലേ ചാക്ലിയർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ചാപ്റ്ററിലെ കുറച്ച് വളരെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഓർഗാനിക സംയുക്തങ്ങളുടെ നാമകരണവും അതുപോലെ തന്നെ ഐസോമെറിസവും എന്നുള്ള ടോപ്പിക്കേക്കാണ് നമ്മൾ പോകുന്നത്. ഓർഗാനിക സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും.
ഓർഗാനിക് കെമിസ്ട്രിയാണ്. കാർബണിക രസതന്ത്രം അത് നമ്മൾ 9ാം ക്ലാസ്സിലാണ് തുടങ്ങിയത്. 10ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ വളരെ പുതുതായിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ കുട്ടികൾ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇത്, ഈ കാർബണിക രസതന്ത്രം എന്നത്. പക്ഷെ അത് വളരെ ഈസിയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാർബൺ എന്ന് പറയുന്ന ഈ മൂലകം അത് ഹൈഡ്രജനുമായി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സ്, അതിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. അതായത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഹൈഡ്രോ കാർബണുകൾ, അവയുടെ നാമകരണവും അതുപോലെ തന്നെ അതിൽ എന്താ പറയുക ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നൊക്കെ പറഞ്ഞുള്ള അതിനൊക്കെ എങ്ങനെ പേരിടും, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഒരു കാർബണാറ്റം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും ശ്രദ്ധിക്കണം, കാർബണിന്റെ വാലൻസി 4ആണ്. അതൊരിക്കലും നമ്മൾ മറന്നുപോകരുത്. കാർബണിന്റെ വാലൻസി എന്ന് പറഞ്ഞത് 4ആണ്. അതിങ്ങനെ നമുക്ക് ഫുൾ ചെയ്യാം, 4 ഒറ്റ വരകൾ. ഇത് ഏകബന്ധനമാണ്, 4 ഏകബന്ധനങ്ങൾ കാർബണിന്. അതേപോലെ തന്നെ കാർബണിന് വേണമെങ്കിൽ 2 ഡബിൾ ബോണ്ടുകൾ കാർബണിന് ഇങ്ങനെ 4 വാലൻസി പൂർത്തീകരിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ 2 സിംഗിൾ ബോണ്ട് ഏകബന്ധനവും 1 ഡബിൾ ബോണ്ടുമായിട്ട് പൂർത്തീകരിക്കാം. ഇനി അതും അല്ലെങ്കിൽ 1 ട്രിപ്പിൾ ബോണ്ടും 1 സിംഗിൾ ബോണ്ടും, ഇങ്ങനെ പല രീതിയിൽ കാർബണിന് അതിൻ്റെ 4 വാലൻസി ഫുൾഫിൽ ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ നോക്കേണ്ടത് ഒരു കാർബൺ ആറ്റത്തിന് ചുറ്റും ഈ 4 വാലൻസികൾ ഉണ്ടോയെന്നാണ്. 4 വാലൻസികൾ 4 ലൈൻസ് ആണ്. ഇങ്ങനെ ഒരു കാർബണിന് ചുറ്റും 4 വരകൾ ആണ്, 4 വാലൻസി. ഇത് ഉണ്ടോയെന്ന് എപ്പോഴും നോക്കണം. ഇത് കൂടാനോ കുറയാനോ വേണ്ട. പിന്നെ നമുക്ക് ഇതിൻ്റെ പദമൂലങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു കാർബൺ ആറ്റെങ്കിൽ എന്താ വിളിക്കുക, മീദ്, ഈദ്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബോർഡിൽ ഒരു പിന്നെ കാർബൺ സംയുക്തത്തിൻ്റെ ഇത് എഴുതാം. ഇതിനെ നമുക്ക് അതുപോലെ തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫോർമുല എഴുതുന്ന സമയത്ത് നമുക്കിത് പല രീതിയിൽ എഴുതാം. ഇപ്പം നമ്മൾ CH4 അല്ലെങ്കിൽ C2H6 ഇങ്ങനെ എഴുതി വയ്ക്കാം. C2H6 ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഇതെന്താ അറിയപ്പെടുന്നത്? ഈ C2H6 തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, അതിന് വേറെ രീതിയിൽ എഴുതാം. അപ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുക. C2H6നെ നമുക്ക് CH3 എന്ന് എഴുതാം. കണ്ടോ, ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഇതിനെ വേറെ രൂപത്തിൽ എഴുതാം. ഈ CH3 വേറെ രൂപത്തിൽ എങ്ങനെ എഴുതാം? H ഒക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ ഇതും കൂടി നമ്മളൊന്ന് ജസ്റ്റ് പറയുന്നത് കേട്ടു. ഇത് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല തന്മാത്രാവാക്യം. ഇതെന്താ? ഇത് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുലയാണ്. അല്ലേ, ചുരുക്കിയ ഘടനാവാക്യമാണ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഘടനാവാക്യം പൂർണ്ണമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്കിത് എഴുതാൻ കഴിയും. ഇപ്പൊ എഴുതുമ്പോൾ ഒന്നും കൺഫ്യൂഷൻ വരണ്ട. ഞാനിവിടെ എഴുതുന്നത് CH3 CH2 CH3 ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ പെട്ടെന്ന് പേര് കൊടുക്കാമെന്നുള്ളത് നമുക്കറിയാം. എങ്ങനെ പേര് കൊടുക്കാം? എല്ലാം നമുക്ക് ഒരു ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഇതൊരു സംയുക്തമാണല്ലോ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ എന്താ ചെയ്യേണ്ടത്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അത് എണ്ണി നോക്കണം. 1 2 3 4 5 5 നമുക്ക് ആ വാക്ക് വന്നു. എന്താ 5ന് വാക്ക്? എന്താ? പെൻഡാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ എവിടെയെങ്കിലും ദ്വിബന്ധനോ ത്രിബന്ധനോ ഒക്കെ ഉണ്ട് നോക്കാം. ഇവിടെ ഒക്കെ ഏകബന്ധനാണ്. കണ്ടോ, ഇതെല്ലാം ഏകബന്ധനാണ്. അപ്പൊ നമുക്ക് 2 ആശയങ്ങൾ കിട്ടി. ഒന്ന്, തന്നിരിക്കുന്ന സംയുക്തത്തിൽ 5 കാർബണാറ്റങ്ങളുണ്ട്, പിന്നെ അതിൽ ഏകബന്ധനം മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ പേര് ചേർക്കാം? പേര് എഴുതാനുള്ള വഴി എന്താ? 5 കാർബണാറ്റം ഉണ്ടെങ്കിൽ ഉടനെ എഴുതുക പെൻഡ് അല്ലേ, പെൻഡല്ലേ, പെൻഡ് എഴുതി. ഇനി എന്താ ചേർക്കേണ്ടത്? ഏകബന്ധനം മാത്രം. അപ്പൊ എന്താണ് സഫിക്സ് എന്ന് വെച്ചാൽ ഈ വേർഡ് റൂട്ടിന്റെ അപ്പുറത്ത് തന്നെയാണ് സഫിക്സ് നൽകുക. സഫിക്സ് എന്താ? ഏകബന്ധനം മാത്രം ഉണ്ടെങ്കിൽ എയ്. ഇപ്പൊ പേരെന്തായി? പെൻഡെയ്. ഇത് ഇംഗ്ലീഷ് എഴുതിനോ മലയാളത്തിൽ എഴുതാം? പെൻഡെയ്. അപ്പൊ ഇത് വളരെ സിമ്പിളാണ്. കാർബണാറ്റങ്ങളുടെ എണ്ണം നോക്കുന്നു, വേർഡ് റൂട്ട് തീരുമാനിക്കുന്നു, പ്ലസ് സഫിക്സ് എന്ന് വെച്ചാൽ ഈ ഏകബന്ധനം മാത്രമല്ല എഴുതി ചേർത്തു. ഇനി ഇതിപ്പോ നമുക്ക് എന്താണ്? ശാഖയൊന്നുമില്ല, ശാഖയില്ലാത്താണ്. ശാഖ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അല്ലെ ബ്രാഞ്ചസ് ആണ്. ഇത്
ശാഖയില്ലാത്ത ഹൈഡ്രോ കാർബൺ ആയിരുന്നു. ശാഖയുള്ള ഹൈഡ്രോ കാർബൺ നമുക്കൊന്ന് ഉദാഹരണമായിട്ട് നോക്കാം. ബോർഡിന്റെ ഈ ഭാഗം കാണുന്നുണ്ടാവും അല്ലേ? ഈ ഭാഗം കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ. ഇവിടെയാണ് ഞാൻ ശാഖയുള്ളത് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു കാർബൺ സ്കെൽറ്റൻ എഴുതുന്നു. കാർബൺ സി എന്ന് നമുക്ക് എഴുതുന്നു. അപ്പൊ നമ്മളിവിടെ CH3 നമ്മുടെ CH3 CH2 CH3 ഇവിടെ ഇങ്ങനെ നമ്മൾ CH2 ഇങ്ങനെ. എന്നിട്ട് നമ്മളോട് ഇതിനാണ് നമ്മളോട് പേരിടാൻ പറ്റി പറഞ്ഞത്. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്ന ഇതിനാണ് ഈ ഹൈഡ്രോ കാർബൺ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അപ്പൊ ഇതിന് കാരണം നമ്മൾ ആദ്യം നോക്കും. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്തി എന്ന് പറയാൻ പറ്റുമോ? പോലെ സാധനങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലോങ്സ്റ്റ് ചെയിൻ ആദ്യം നോക്കണം. ലോങ്സ്റ്റ് ചെയിൻ എങ്ങനെയാണ് നോക്കാം, ശാഖ എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ഒരു എളുപ്പവഴി ഒന്ന് പറയാം. ശാഖ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ ശാഖയുണ്ടോ എന്ന് നോക്കാം. ഒരു കാർബൺ ആറ്റം 2 കാർബൺ ആറ്റങ്ങളുമായിട്ടേ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഇപ്പോ നമുക്ക് ഇവിടെ ഒരു കാർബൺ ആറ്റം ഇത്, അപ്പൊ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈ കാർബൺ ആറ്റം നോക്കുക, അപ്പുറത്തും ഇപ്പുറത്തും 2 എണ്ണമാണ്. ഇവിടെ ബ്രാഞ്ചസ് ഇല്ല. ഭാഗം ഈ കാർബൺ ആറ്റം നോക്കൂ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. 3 കാർബൺ ആയിട്ട് ബോണ്ടഡ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ ആണോ? അതായത് ഒരു കാർബൺ ആറ്റം 2 എണ്ണവുമായിട്ട് അല്ലെങ്കിൽ 1 ബോണ്ടഡ് ആയില്ലെങ്കിൽ അവിടെ എന്തില്ല, ശാഖ ഉണ്ടാവില്ല, ബ്രാഞ്ച് ഉണ്ടാവില്ല. അതേസമയം 3 എണ്ണവുമായിട്ട് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ശാഖ ഉണ്ടാവും. പിന്നെ ഇതേപോലെയൊക്കെ ചിലപ്പോൾ, അതിനാണ് ഞാൻ വെറുതെ വളച്ചത്. ഇപ്പൊ ചില കുട്ടികൾ കരുതും ഇവിടെ ഒരു ശാഖ ഉണ്ട്, ഇവിടെ ഒന്നില്ലെന്ന് കരുതും. നെവർ, അവിടെ ഉണ്ടാവില്ല. അങ്ങനെ വളഞ്ഞും കുളഞ്ഞു പോകുന്ന അതൊക്കെ ഒന്ന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് വളച്ചു കയറുന്നത്. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതാണോ, ഒരു കാർബൺ ആറ്റം ഇവിടെ നോക്കൂ, ഇത് അപ്പുറത്തേക്ക് പോകുന്നത് 2 എണ്ണമാണ്, ഇവിടെ ഇല്ല. ഇവിടെ നോക്കുക, ഈ കാർബൺ ആറ്റം 1, 2 ആണ്. അപ്പൊ ഇവിടെ എന്തില്ല, ബ്രാഞ്ച് ഇല്ല. ഈ കാർബൺ ആറ്റത്തിൽ അടിച്ചില്ല, ഇവിടെ 1, ഇവിടെ 1, ബ്രാഞ്ച് ഇല്ല. അപ്പൊ ഒരു കാർബൺ ആറ്റം 2ൽ കൂടുതൽ എന്ന് വെച്ചാൽ 3 ആയിട്ട് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓർക്കണം അവിടെ എന്തുണ്ട്, നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഇവിടെ ആകെ എത്ര ബ്രാഞ്ചസ് ഉള്ളൂ, 1 എണ്ണം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഏതാണത്, ഇതാണ്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഈ ശാഖയെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്താ വിളിക്കാം, മുഖ്യ ചെയിൻ, മെയിൻ ചെയിൻ വിളിക്കും. ഇപ്പൊ മെയിൻ ചെയിൻ നമ്മൾ എണ്ണണം. മെയിൻ ചെയിൻ എണ്ണുക എങ്ങനെയാണ് എണ്ണത്, വെറുതെ എണ്ണ എവിടെ നിന്ന് വേണം എണ്ണ അല്ലേ? നമുക്ക് എണ്ണുന്ന എവിടെ നിന്നാണ് എണ്ണാൻ തുടങ്ങേണ്ടത്, ഈ നമ്പർ കിട്ടുന്ന രീതിയിൽ. അപ്പോ ഇവിടെ നിന്നാണ് എണ്ണുന്നെങ്കിൽ 1, 2 നമ്പർ കിട്ടുക. ഇവിടെ നിന്നാണെങ്കിൽ 1, 2, 3 നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7. അപ്പൊ നമുക്ക് തീരുമാനമായി. ലോങ്സ്റ്റ് ചെയിനിൽ എത്ര ഉണ്ട്, 7 കാർബൺ ആറ്റംസ് ഉണ്ട്. ലോങ്സ്റ്റ് ചെയിനിൽ 7 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഏതാ വരിക, ഹെപ്റ്റ്. വേർഡ് റൂട്ട് വരുന്നത് ഹെപ്റ്റ്. പിന്നെ അപ്പൊ നമുക്ക് ഹെപ്റ്റ് എന്ന് ഇവിടെ എഴുതാം, ഹെപ്റ്റ് മലയാളത്തിൽ എഴുതാം കേട്ടോ, ഹെപ്റ്റ്. ഇനി സഫിക്സ് ആയിട്ട് വരാം. ഇവിടെ സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ അല്ലേ, ഡബിൾ ബോൺസ് ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് സിംഗിൾ ബോൺസ് മാത്രം വന്നതുകൊണ്ട് ഇവിടെ എന്ത് വരും, ANE ആണ് എന്ത് വരിക, സഫിക്സ് ആയിട്ട് വരിക. ഇനി കഴിഞ്ഞില്ലല്ലോ, ഇപ്പൊ ഇത്രയും ഭാഗത്തെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതായത് ഈ ലോങ് ചെയിനിനെ കുറിച്ച് മുഴുവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു ബ്രാഞ്ച്, ഒരു സൈഡ് ചെയിൻ ഉണ്ട്. അപ്പൊ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇൻക്ലൂഡ് ചെയ്യണം പേരിൽ അല്ലേ, പേരിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടേ. അതെങ്ങനെ ചേർക്കാം, അത് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ടിലാണ് ചേർക്കുന്നത്. അപ്പൊ എങ്ങനെ ചേർക്കാം, അതിന്റെ പൊസിഷൻ പറയുക, സ്ഥാനം പറയുക. ഇതിരിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ പേരെന്താണ്, ഇത് ഒരു പേര് മിഥൈൽ എന്നാണ്, ഗ്രൂപ്പ് എന്നാ പറയും. 2 കാർബണായിട്ടുള്ള ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ ഇഥൈൽ ഗ്രൂപ്പ് എന്ന് പറയും. 3 കാർബണായിട്ടുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയും.
അപ്പൊ ഇവിടെ ഒരു കാർബൺ ആറ്റം മാത്രമുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിന് നമ്മൾ മിഥൈൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ സ്ഥാനം 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എഴുതണം എന്ത് ചെയ്യണം, ഇവിടെ പിന്നെ എന്ത് നമ്മൾ 3 എന്താ വരിക, ഹെപ്റ്റൈൻ. അപ്പൊ അത് 3 മിഥൈൽ ഹെപ്റ്റൈൻ ആണ്. ഈ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാർബണിന്റെ പേരുകള്. നമുക്ക് നമ്മുടെ സമയം കുറച്ച് പരിമിതമാണ്, അതുകൊണ്ട് ഞാൻ ടോപ്പിക്കും കൂടി ഒന്ന്, അതായത് നമുക്ക് ഐസോമെറിസം എന്നൊരു ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് അവിടെ ഐസോമെറിസം എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് അതിലൂടെ ഒന്ന് പോകാം. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 കോമ്പൗണ്ട്സ് വളരെ പെട്ടെന്ന് എഴുതാം കേട്ടോ. CH3, CH2, CH2, CH3 ഒരെണ്ണം എഴുതി. മറ്റൊന്ന് എങ്ങനെയാണ് എഴുതുന്നത്, CH3, CH3, ഇവിടെ CH3 ഇങ്ങനെ എഴുതി. ഇനി നോക്കുക, ഇതിപ്പോ നമ്മൾ ഒരു കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുലയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഘടനയൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഇത് നോക്കുക, ഇവിടെ ലോങ് ചെയിൻ മാത്രമേ ഉള്ളൂ അല്ലെ, ഇവിടെ ഒരു ബ്രാഞ്ച് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ വെറുതെ നോക്കുക. ഇവിടെ കാർബൺ ആറ്റം എണ്ണിയാൽ മതി, 1 2 3 4. അപ്പൊ C4 H എത്രയുണ്ട്, 3 5 7 10, C4H10 ആണ്. ഇവിടെ എണ്ണി നോക്കാം, 1 2 3 4, C4H3, ഇവിടെ എത്രയും 4 4 10, C4H10 ആയി. അതായത് ഈ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം, പക്ഷെ അതേ സമയം തന്നെ ഇതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആണത്, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്, ഒക്കെയാണ്. പക്ഷെ ആകെ മോളിക്കുലർ ഫോർമുല മാത്രം സെയിം ആണ്. ഇങ്ങനെ ഉള്ള ഒരു ഫിനോമിനൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് ദ ഫിനോമിനൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഈസ് കോൾഡ് ഐസോമെറിസം. അപ്പൊ ഇതാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഐസോമെറിസം നമ്മൾ എന്താ വിളിക്കാൻ അറിയോ, ഇതിപ്പോ എന്താ ഐസോമെറിസം, ഇത് ചെയിൻ ഐസോമെറിസം ആണ്. അതായത് ഇതിന്റെ ചെയിനിലാണ് മാറ്റം വന്നത്, ചെയിനിൽ മാറ്റം വന്നു. നോക്കി നോക്കൂ, ഇതിൽ ലോങ് ചെയിൻ ആണ് ഉള്ളത്, ഇത് ലോങ് ചെയിൻ. ഇതെന്താ സാധനം, 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. സോ പറയൂ, ഇതിന്റെ പേരെന്ന് പറയൂ എല്ലാവരും, 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. സോ ബ്യൂട്ട് ഏകബന്ധനം മാത്രം, ബ്യൂട്ടൈൻ ആണിത്. ഇത് ബ്യൂട്ടൈൻ ആണ്. ഇതൊരു സൈഡ് ചെയിൻ ഉണ്ട്, അപ്പൊ ഇതിനെ മാറ്റി നിർത്താം. പിന്നെ അതുണ്ട് 1 2 3, അപ്പൊ പ്രൊപ്പ്, പിന്നെ ഏകബന്ധനം മാത്രമാണ് പ്രൊപ്പെയിൻ, പിന്നെ ഇതുകൂടി പറയണ്ടേ. അപ്പോ 1 2, സോ 2 മിഥൈൽ പ്രൊപ്പെയിൻ, 2 മിഥൈൽ പ്രൊപ്പെയിൻ, ഇത് ബ്യൂട്ടൈൻ. അപ്പൊ ഇങ്ങനെ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ ആണ്, പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഈ ഇതിന്റെ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ അതൊന്നും കാണിക്കാം. ഇപ്പൊ C5 ആണെങ്കിൽ എത്ര വരിക, H12 അല്ലെ, H12 എന്നുള്ള ഒരു ഫോർമുല കേട്ടോ. C5H12 എന്നുള്ള മോളിക്കുലർ ഫോർമുലയില് 2 3 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയിൻ ഐസോമേഴ്സ് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങളോട് അത് എഴുതാൻ വേണ്ടി പറഞ്ഞു, ചെയിൻ ഐസോമേഴ്സ് എഴുതാൻ പറ്റും. ഒരു 3 ചെയിൻ ഐസോമേഴ്സ് എഴുതണം, C5H12 പറഞ്ഞു. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്, കുട്ടികൾ ചിലപ്പോൾ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. C5H12, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. C5 അല്ലേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, 5 കാർബൺ ആറ്റങ്ങളെ നിരത്തി അങ്ങോട്ട് എഴുതുക. ഹൈഡ്രജൻ പിന്നെ കൊടുക്കാം. C5 ആണുള്ളത്, അപ്പൊ 5 കാർബൺ ആറ്റങ്ങളെ നിരത്തി എഴുതി. ഇത് ഒന്നായി. എന്ത് ചെയ്യാം, 1 2 3 4 എണ്ണം കൊടുക്കാം, പിന്നെ ഇവിടെ ഒരെണ്ണം കൊടുക്കാം. പക്ഷെ ഇത് അപ്പത്തൊരു ഐസോമറാണ്. വേണമെന്ന് വെക്കാം, മൂന്നാമത്തെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൊടുക്കാം.
2 3 4 ഇങ്ങനെ കൊടുത്തു വയ്ക്കും. ഇപ്പോഴും ഇതിലും 5 കാർബൺ ആറ്റങ്ങളുണ്ട്. ഐസോമറാണ്. ഇനി നിങ്ങൾ ഹൈഡ്രജൻ ഇതിലൊക്കെ കൊടുത്താൽ ഒരു ബോണ്ടിങ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ 3 കൊടുക്കണം. H3 ബോണ്ടിങ് ഉണ്ട്. അപ്പൊ H2 ഇവിടെ 2 ബോണ്ടിങ് H2 7 9 12. ഇവിടെ നോക്കുക, ഇവിടെ H2 കാരണം 4 ആയിരിക്കണം. അപ്പൊ 2 3 4 ആ രീതിയിൽ എണ്ണിയിട്ടാണ് കൊടുക്കുന്നത്. ഈ കാർബൺ ആറ്റത്തിന് 1 2 3 വാലൻസ് ആൾറെഡി കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടെ എത്ര കൊടുത്താൽ 1 മാത്രം കൊടുക്കാം. ഇവിടെ H3 ഇവിടെയും H3 എണ്ണി നോക്കുക. 5 കാർബൺ ഉണ്ട്. 3 5 6 9 12. ഇവിടെയൊക്കെ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം 4 വാലൻസ് പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ H3 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 H3. അപ്പൊ ഈ രീതിയിലാണ് C5H12ന്റെ ഐസോമേഴ്സ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഹൈഡ്രജൻ ഒന്നും കൊടുത്ത് എഴുതേണ്ട കാര്യമില്ല. കാർബൺ ആറ്റങ്ങള് അങ്ങോട്ട് എഴുതുക. 5 കാർബൺ ആറ്റങ്ങളെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ആറ്റങ്ങളെ മതി. ഇങ്ങനെയാണ് നമ്മൾ ഐസോമേഴ്സ് എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഐസോമറിസം എന്ന് പറയുന്നത് പൊസിഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ അതിന് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. CH3 CH2 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 ഇത് ക്ലോറോബ്യൂട്ടേൻ ആണ്. വൺ ക്ലോറോബ്യൂട്ടേൻ. CH3 CH2 CH3 ഇങ്ങനെ വിടുക. ഇപ്പോ ഇതെന്താ വരാം, ഇത് 1 ക്ലോറോബ്യൂട്ടേൻ. ഇവിടുത്തെ നമ്പർ ഇടാം 1 2 3 4. അപ്പൊ ഇത് 1 ക്ലോറോബ്യൂട്ടേനും ഇത് 2 ക്ലോറോബ്യൂട്ടേനാണ്. ഇവിടെ എന്താ മാറിയത്, ഇവിടെയാണ് ഈ ക്ലോറിൻ ഹാലോ എന്നുള്ള നമുക്ക് 4 ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ് അല്ലേ, ഹാലോ ഗ്രൂപ്പും ഓക്സി ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, പിന്നെ കാർബോക്സിലിക് ആസിഡും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇതാണ് നല്ലത് ഫങ്ഷണൽ ഗ്രൂപ്പ്. സമയപരിധി മൂലം ആ ഫങ്ഷണൽ ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്തായാലും ഇത് ഹാലോ ആണ്, ക്ലോറോ. അപ്പൊ ഇത് ക്ലോറോബ്യൂട്ടേൻ 1 ക്ലോറോബ്യൂട്ടേൻ ആണ് ഇത്. ഇതോ 2 ക്ലോറോബ്യൂട്ടേൻ. അപ്പൊ ഇവിടെ ഈ ക്ലോറിൻ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം ഇവിടെ 1ാമത്തെ കാർബണാറ്റത്തിലാണ്, ഇവിടെ അത് 2ാമത്തെ കാർബണാറ്റത്തിലാണ്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം വന്നത്. ഇനി അപ്പൊ നമുക്ക് ഇത് ചെയിൻ ഐസോമർ ആയിരുന്നു, ഇത് പൊസിഷൻ ഐസോമറിസം. ഇനി നമുക്കുള്ള ഏതാണ്, ഫങ്ഷണൽ ഐസോമറിസം കൂടിയാണുള്ളത്. ഫങ്ഷണൽ ഐസോമറിസം ആരാ കാണിക്കാം, ഫങ്ഷണൽ ഐസോമറിസം കാണിക്കാം സാധാരണഗതിയില് ഇപ്പോ CH3OCH3യും CH3 CH2OH നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എത്ര കാർബൺ ആറ്റമുണ്ട്, 1 2 കാർബൺ ആറ്റമുണ്ട്. അതുപോലെ തന്നെ 6, അതായത് C2H6O ആണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ മോളിക്യൂലർ ഫോർമുല നോക്കുക, ഇവിടെയും C2H 3 2 5 4 H. അപ്പൊ രണ്ടും എന്താണ്, ഒരേ മോളിക്യുലർ ഫോർമുലയാണ്, പക്ഷേ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണുള്ളത്. ഇതെന്താണ്, മീതോക്സി മീതേൻ ആണ്. ഇത് ആൽക്കോക്സി ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൽക്കോക്സി അല്ലേ, ആൽക്കോക്സി. ഓക്കെ, ഈതർ. ഇവിടെ CH3 CH2OH ആണ് എന്ന് വെച്ചാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇത് ആൽക്കഹോളാണ്, ഇത് എത്തനോളാണ്. അപ്പൊ 2 ഫങ്ഷണൽ ഗ്രൂപ്പാണ് വന്നത്, പക്ഷെ രണ്ടിന്റെയും മോളിക്യുലർ ഫോർമുല ഒരുപോലെയാണ്. അപ്പോൾ നമുക്കറിയാം ഈതറുകളും ആൽക്കഹോളുകളും, ശ്രദ്ധിക്കുക, ഈതറുകളും ആൽക്കഹോളുകളുമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് കാണിക്കുന്ന സംയുക്തങ്ങളിൽ ഒരു വിഭാഗം എന്ന് പറഞ്ഞു. വേറെയും സംയുക്തങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ തൽക്കാലം ഇത് പഠിക്കാം. അപ്പൊ ഈതറുകളും ആൽക്കഹോളുകളുമാണ് എന്ത് ചെയ്യുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ് കാണിക്കുന്നത്. എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കുക, CH3OCH3. ഇനി ഇതിന്റെ തൊട്ട് ഹയർ മെമ്പർ ഇവിടെ CH2 കൂടി ചേർന്നാൽ ഇവിടെ ഒരു CH2 ചേർത്തിയാൽ മതി. ഇവിടെ നമുക്കൊരു CH2 ചേർക്കാം. അപ്പൊ അത് എന്താ, CH2 ഇവിടെ
അപ്പൊ അതിന്റെ പേര് മീതോക്സി ഈഥേൻ എന്നാവും. തെറ്റിക്കരുത്. ചെറിയ, അതായത് എവിടെയാണോ കാർബൺ ആറ്റങ്ങൾ കുറവുള്ളത് ആ ഭാഗം ആൽക്കോക്സി എന്ന് പറയണം, മീതോക്സി എന്ന് പറയുക. കൂടുതൽ ആറ്റങ്ങളിലെ ആൽക്കെയിൻ എന്ന് പറയും, അതായത് മീതോക്സി ഈഥേൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു CH2 കൂടി ചേർത്താൽ മതി. അപ്പൊ പ്രൊപ്പനോളായി, പ്രൊപ്പനോൾ. ഇപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? ഇവിടെ ഇത് മീതോക്സി ഈഥേനും പ്രൊപ്പനോളും അതും എന്താണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈഥറുകളും ആൽക്കഹോളുകളുമാണ് ഫങ്ഷണൽ ഐസോമേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്. ഇത് ചെയിൻ ഐസോമറാണ്. ഐസോമെറിസോമും എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് വളരെ കുറച്ച് ടോപ്പിക് കൂടിയ ബാക്കിയുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ. പക്ഷേ നമുക്ക് ലഭ്യമായ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയാനുള്ള ഇതാണ്, ഇനി എന്തായാലും ക്ലാസ് ഉണ്ടാവില്ല, നമ്മുടെ അവസാനത്തെ ക്ലാസ് ആയിരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ കെമിസ്ട്രിയിൽ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നതിന് വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ അഡ്മിന്മാർ, അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദ്യം ഫോട്ടോ എടുത്തോ ക്ലിപ്പായിട്ടോ എങ്ങനെ വേണ്ടിട്ടോ അത് മതി. ചോദ്യങ്ങൾ നിങ്ങൾ പലരും ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന കാണുന്നില്ല. അപ്പോൾ എല്ലാം അറിയുന്ന പ്രതീക്ഷിക്കുന്നത്, സംശയങ്ങളുണ്ടെങ്കിൽ, അറിയുന്ന കാര്യം ചോദിക്കേണ്ട കാര്യമില്ല, പക്ഷേ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദ്യങ്ങൾ, അത് നിങ്ങളുടെ എവിടെന്നെങ്കിലും കാണുന്ന ചോദ്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ മറുപടി തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.